ഹായ്. അപ്പോൾ ദാ ഒരു പാത്രത്തിൽ സാധനമൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്താ പരിപാടി സനീന്നായിരിക്കും. നല്ല നാടൻ പച്ചച്ചീര ഫ്രഷായിട്ട് ഇങ്ങോട്ട് കിട്ടിയതായിരുന്നു ട്ടോ. അത് ഞാൻ കഴുകി അരിഞ്ഞ് ഞാനിതാ ഇതുപോലെ നല്ല പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല ട്ടോ. വാടുകയില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? ദാ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ട, സനി വീണ്ടും ചെമ്മീനോ? ചെമ്മീൻ എന്നോട് പകരം വീട്ടുമെന്നൊക്കെ എനിക്ക് കമൻ്റൊക്കെ വന്നിരുന്നു കേട്ടാ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സലീംകുമാർ പറഞ്ഞ പോലെ മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ, മറ്റേത് പച്ചച്ചെമ്മീനാണെങ്കിൽ ഇത് ഉണക്കച്ചെമ്മീൻ. അങ്ങനെ വ്യത്യാസങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ എന്തായാലും ഉണക്കച്ചെമ്മീനും ചീരയും നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാനായിട്ട് കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല. ഞങ്ങളിത് ചെയ്ത് പണ്ടേ നമ്മൾ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉണക്കച്ചെമ്മീൻ ഈ പച്ചക്കറിയിൽ ഇട്ടിട്ട് കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നികീൻ്റെ അമ്മയില്ലേ വിനിതേച്ചി, വിനിതേച്ചിയിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് കേട്ടോ, സത്യം പറയാമല്ലോ. കാരണം വേറൊന്നല്ല, വിനിതേച്ചി നമ്മളെ കോവക്കയിലൊക്കെ ഇതിട്ട് പൊടിച്ചിട്ട് തിന്നിട്ടുണ്ടല്ലോ. വിനിതേച്ചിട്ട് വറവാക്കിയിട്ട് അത് തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പിടി മതി കേട്ടോ, അത്രയും വേണ്ടു. അത്രയും ചെമ്മീൻ ഞാൻ ഇതുപോലെ തലയും വാലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളെ പച്ചച്ചീരയും കൂടിയാണ് ഇന്നത്തെ എൻ്റെ കലാപരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും പിന്നെ നമ്മളെ കറിവേപ്പിലയും ഇത്രയും സാധനം ഞാൻ ചേർക്കണമല്ലോ കേട്ടോ. വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല, കാരണം ഉണക്കച്ചെമ്മീൻ ഇടുന്നതുകൊണ്ട് വെളുത്തുള്ളിയായിട്ടൊരു കോമ്പി കിട്ടാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിന് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച്, പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ പരിപാടി. കടുകൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയും ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇടുക, നന്നായിട്ട് ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. അത് നല്ല ഒരു മൂത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. പിന്നെ ഇതൊന്നും ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ ഉണക്കച്ചെമ്മീൻ തന്നെ സ്പെഷ്യലായിട്ടുള്ളത് ഇതിനകത്ത്. അപ്പോൾ ഇത് വാട്ടണ സമയം കൊണ്ട് നമുക്ക് ആ ഉള്ളിയൊക്കെ അടിച്ചെടുത്ത് ആ ജാറിൽ തന്നെ നമ്മൾ ഉണക്കച്ചെമ്മീത്തിന് അങ്ങോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് അങ്ങ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പരുവത്തിൽ അങ്ങ് കിട്ടിയാൽ മതി. നന്നായിട്ട് പൊടിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, എന്തായാലും നമ്മൾ തന്നെ കഴിക്കണ്ടല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ കഴുകാത്തതെന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ തന്നെ കഴുകി ഞങ്ങൾ തന്നെ ഉണക്കുന്ന ചെമ്മീനായതുകൊണ്ടാണ് ഞങ്ങളെടുത്ത് കഴുകാൻ കേട്ടോ. നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒന്ന് കഴുകി ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ല് നമുക്ക് മൂക്കിലേക്ക് ഇങ്ങനെ കയറുന്ന അതുവരെ ഇങ്ങനെ മുളക് മൂക്കണത് നല്ലതാണ് കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടും നമുക്ക്. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ നമ്മളെ ചീരനെ അങ്ങോട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് കണക്കായിട്ട് ഇടാവൂ. ചീരക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഉപ്പ് ലേശം അധികമായി പോയാൽ പിന്നെ നോക്കണ്ട കേട്ടോ, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. അത് ഏതൊരു കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിതാ പൊടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന ഉണക്കച്ചെമ്മീത്തിനെ ആ ചീരേൻ്റെ കൂടെ അങ്ങോട്ട് തട്ടേന് കേട്ടോ. പിന്നെ ഇനി എല്ലാം ഒന്ന് മിക്സാക്കി നന്നായിട്ട് അങ്ങ് തട്ടിപ്പൊത്തി അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉണക്കച്ചെമ്മീനും ചീരയും തമ്മിലുള്ള ആ ഒരു കുപ്പി ഇങ്ങോട്ട് സെറ്റായി വരും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ചീര വാട്ടുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഏത് രീതിയിൽ ചീര വാട്ടുന്നവർക്കും ഉണക്കച്ചെമ്മീനെടുത്ത് ഇതുപോലെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റിന് എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങ ഇങ്ങോട്ട് ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാടി നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഉണക്കച്ചെമ്മീത്തിൻ്റെയും എല്ലാം കൂടി ആ ഒരു മണമൊക്കെ ഇങ്ങോട്ട് മൂക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളെ തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഗ്ലാമർ ഉണ്ട് അല്ലേ. അപ്പോൾ ചീര ഇഷ്ടപ്പെടുന്ന ആരായാലും ചീരന് വെറുതെ വലുത്തിയതാണെങ്കിലും നമുക്ക് എന്തായാലും കഴിക്കാമല്ലോ. അപ്പോൾ ചെമ്മീനും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പച്ചച്ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങോട്ടിനി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരടാർ ഐറ്റം തന്നെയാണ്. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലല്ല നല്ല ഇങ്ങനെ പോകും കേട്ടോ ചോറിങ്ങനെ. അതങ്ങോട്ട് കൂട്ടി കുഴച്ചങ്ങ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് നോക്കണമല്ലോ. അപ്പോൾ ടേസ്റ്റ് നോക്കുന്നത് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് വെച്ച് നോക്കിയാണ് നല്ല ഒരു പിടി എടുത്തിട്ട്. നിങ്ങൾക്ക് ലേശം കൊതിയൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കഴിച്ച് നോക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒന്നും പറയാനില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അടിപൊളി എന്ന് പറയും, അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ കാരണം എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലും ഞാൻ തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല കേട്ടോ, നല്ല സൂപ്പർ സാധനമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കൊതിപ്പിക്കണമെന്നൊന്നും ആരും പറയരുത്. അപ്പോൾ എല്ലാവരും ചീരയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ലേ. അപ്പോൾ എന്തായാലും കിട്ടും, ഇതുപോലെ കൂടി ട്രൈ ചെയ്യാൻ നോക്കണം. എപ്പോഴും വെറുതെ ഇട്ട് വലുത്ത് തിന്നരുത് അല്ലേ. അപ്പോൾ എൻ്റെ പ്ലേറ്റിലൊരു ഓംപ്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചീര അങ്ങോട്ട് വാരി പൊത്തിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഒരു പിടുത്തം അങ്ങ് പിടിക്കാം. അപ്പോൾ കറി ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള ഒലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കറീനോട് താല്പര്യമേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വേണ്ട കേട്ടോ. ചോറ് നല്ലോണം ഇങ്ങനെ പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ഐറ്റം. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ ഒരു വലിയൊരു ഉരുളി എടുത്തിട്ട് അങ്ങോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൊതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും ചീത്തയൊന്നും പറയരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.